അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ മുയൽക്കറി റെഡിയായി. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മുയൽ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇന്ന് എൻ്റെ മകളുടെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ സ്പെഷ്യലായിട്ടാണ് ഇന്ന് മുയൽ റോസ്റ്റ് വയ്ക്കുന്നത്. മുയലിറച്ചി ധാരാളം പോഷകഗുണങ്ങളുള്ള മാംസമാണ്. ധാരാളം പ്രോട്ടീനും കൊഴുപ്പ് കുറഞ്ഞതുമായ മാംസമാണ്. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ഇറച്ചി വാങ്ങാൻ കിട്ടും. നമ്മുടെ സൗത്ത് കേരളയാണെങ്കിൽ കിലോയ്ക്ക് 200 രൂപയ്ക്ക് ഇവരുടെ മാംസം കിട്ടും. ചിക്കൻ, പോർക്ക് എന്നിവയേക്കാൾ കൂടുതലായി ഒമേഗ 3 അടങ്ങിയിട്ടുണ്ട്. B3, B12, പൊട്ടാഷ്യം എന്നിവയും അടങ്ങിയിട്ടുണ്ട്. കർഷകർ ബ്രോയിലറും നാടനും മുയലുകൾ വളർത്തുന്നുണ്ട്. മുയൽ റോസ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഏകദേശം 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി. എനിക്ക് പച്ച ഇഞ്ചി ഇല്ലാത്തതുകൊണ്ട് ഉണക്ക ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കൊരു 3 സവാള, 1 കുടം വെളുത്തുള്ളി, ഒരു പകുതി നാരങ്ങ മതി, കറിവേപ്പില, ചെറിയ ഉള്ളി. ഇത്രയും സാധനങ്ങൾ ആണ്. പിന്നെ നമുക്ക് മുയൽ ഇറച്ചി റെഡിയാക്കി ഡ്രസ്സ് ചെയ്ത് കൊണ്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ കറി വയ്ക്കുന്നത് നോക്കാം. ചീനച്ചട്ടി ചൂടായി. ഇനി കുറച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഏതെണ്ണ വേണമെങ്കിലും ഒഴിക്കാം. ഇനി നമുക്ക് എണ്ണ ചൂടായി ഒന്ന് കടുകിടാം. കടുക് പൊട്ടി നമുക്ക് ഇവിടെ ചേർത്ത് കൊടുക്കാം. നമുക്കൊരു ചെറിയ ബ്രൗൺ കളറായി. ഇനി നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇളക്കി വെച്ചിട്ട് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടിക്കിട്ടാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് ഇറച്ചി ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കി നന്നായിട്ട് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ നല്ല വെള്ളമൊന്നും നമ്മൾ ഒഴിക്കാതെ ഇരുന്നിട്ട് തന്നെ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ടെന്ന് നമുക്ക് നന്നായിട്ട് ഇളക്കി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഉള്ളി കൂടെ, ചെറിയ ഉള്ളി കഷ്ണങ്ങളാക്കിയത് നമുക്ക് കഷ്ണമായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് എടുക്കുന്നത്, ഉടഞ്ഞു പോകാതെ. ഇത് കൂടെ ഇട്ട് ഇളക്കി വെച്ചിട്ട് കുറച്ച് സമയം കൂടി നമുക്ക് വേവിക്കാം. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ടെല്ലാം പാകമായിട്ടിരിപ്പുണ്ട്. ഉപ്പ് മുളകൊക്കെ എല്ലാം നോക്കി ഒന്ന് സെർവിങ് പ്ലേറ്റിലോട്ടൊന്ന് മാറ്റാം.